എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ സമ്പത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അത് നിങ്ങൾക്ക് തന്നു, നല്ലത് തന്നെ. പക്ഷേ അത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ്. നിങ്ങൾ ഒരു വീടിനു വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അത് നിങ്ങൾക്ക് തന്നു, നല്ലത് തന്നെ. പക്ഷേ അത് താൽക്കാലികമായ വാസസ്ഥലമാണ്. നിങ്ങൾ സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകി, നല്ലത് തന്നെ. പക്ഷേ നിങ്ങൾ എന്നേക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ നാം നോക്കിയത് ആത്മീയത്തിൽ വളരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വവും വർദ്ധിക്കും എന്നതിനെ പറ്റിയായിരുന്നു. ഇനിയും മുന്നോട്ട് നമ്മൾക്ക് നോക്കാം. ഞങ്ങളുടെ സഭയിലെ കുറച്ച് വിശ്വാസികൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഒരു നല്ല വിശ്വാസിയായി ജീവിച്ചാൽ മതിയെന്ന്. എന്നാൽ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതല്ല. നിങ്ങൾ വിശ്വാസികൾ അല്ലെങ്കിൽ ദൈവമക്കൾ ലോകത്തിൻ്റെ ഉപ്പായി, ലോകത്തിൻ്റെ വെളിച്ചമായി സമൂഹത്തിലേക്ക് പോകണം. കാരണം നിങ്ങൾ മുഖാന്തരം നശിച്ചു പോകുന്ന ഒരു ജനസമൂഹം രക്ഷയിലേക്ക് കടന്നു വരും. അന്ധകാരത്തിൽ കഴിയുന്ന ജനത അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരും. ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം, എന്തുകൊണ്ട് ഞങ്ങൾ, വേറെയും വിശ്വാസികളുണ്ടല്ലോ, അവർ പോകട്ടെ? അതിനുത്തരം അല്ല, നിങ്ങൾ തന്നെ പോകണം. കാരണം അതിനായിട്ടാണ് ദൈവം നിങ്ങളെ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. ഒരു വാക്യം വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തിക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അത് മുന്നൊരുക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള സൽപ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ചു, വേർതിരിച്ചു എന്ന് മാത്രമല്ല, നമുക്ക് ശ്രേഷ്ഠമായ പദവിയും അധികാരവും തന്നു. ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 2:9 വാക്യം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവകൽപ്പനകളും പ്രമാണങ്ങളും മാനിച്ച് സ്നാനപ്പെട്ട് കൂട്ടായ്മ ആചരിച്ച് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ നിന്നുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ആൾക്ക് കിട്ടുന്ന പദവിയാണ് ഇപ്പോൾ വായിച്ച വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരു വിളക്ക് മാത്രമല്ല, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ്. ദൈവം നിങ്ങൾക്ക് വെളിച്ചം നൽകിയിരിക്കുന്നു. അതിന് ഒരു ഉദ്ദേശമുണ്ട്. നിങ്ങളിലുള്ള ഈ വെളിച്ചം മറച്ചു വയ്ക്കാനല്ല, മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കാനാണ്. നമ്മുടെ വിശ്വാസം, നിങ്ങളുടെ വിശ്വാസം ജീവനിലൂടെ പകർന്നു കിട്ടണം. നിങ്ങളെ ദൈവം ഒരു മലമുകളിലെ പട്ടണം ആക്കി ഉയർത്തിയിരിക്കുന്നു. മറ്റുള്ളവർക്കായി പ്രകാശിക്കാനുള്ള ദൈവിക ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സഹോദരരെ, എന്തിനാണ് നമുക്ക് ദൈവം വെളിച്ചം നൽകിയിരിക്കുന്നത്? നിങ്ങളെ മാറ്റാനായി മാത്രമല്ല, മറ്റുള്ളവർക്കായി നിങ്ങൾ പ്രകാശിക്കേണ്ടതിന്. ഇന്ന് ഈ വെളിച്ചം മറക്കി വയ്ക്കല്ലേ. നിങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനൊരു വെളിച്ചമായി ലോകത്തിൽ പ്രകാശിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനായി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തോന്നിയാൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ദൈവം നിങ്ങളെ അതിമഹത്തായി ഉപയോഗിക്കട്ടെ. നിങ്ങൾ സമ്പത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവം അത് നിങ്ങൾക്ക് തന്നു, നല്ലത് തന്നെ. പക്ഷേ അത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഉള്ളത്. നിങ്ങളൊരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ദൈവം അത് നിങ്ങൾക്ക് തന്നു, നല്ലത് തന്നെ. പക്ഷേ അത് താൽക്കാലിക വാസസ്ഥലമാണ്. നിങ്ങൾ സൗഖ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു, ദൈവം നിങ്ങൾക്ക് സൗഖ്യം നൽകി, നല്ലത് തന്നെ. പക്ഷേ നിങ്ങൾ എന്നേക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുകയില്ല. നാം നല്ലതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു,
എന്നാൽ ദൈവം നമുക്ക് ഏറ്റവും നല്ലത് തരുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ നാം വിശ്വാസത്തിൻ്റെ വിശദീകരണങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു. 4 പോയിന്റുകൾ നാം നോക്കി. ഇനിയും 5ാമത്തെ പോയിന്റിലേക്ക് വരാം. ആത്മീയത്തിൽ വളരുമ്പോൾ നിങ്ങൾ വിലയേറിയ വസ്തുക്കൾ അന്വേഷിക്കും. When you grow up, you will search the valuable things. നിങ്ങൾ എന്നേക്കുമായി നഷ്ടപ്പെടാത്ത ഒന്നിനെ തേടിയിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ തേടുന്നത് താൽക്കാലികമായ ആനന്ദങ്ങളാണ്. പണവും പ്രശസ്തിയും പദവിയും സ്ഥാനമാനങ്ങളും ഒക്കെയാണ്. പക്ഷേ നിങ്ങൾ വിശ്വാസത്തിൽ വളരുമ്പോൾ നിങ്ങളുടെ തിരച്ചിലിന് മാറ്റം സംഭവിക്കും. നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയ അളന്നുകൂടാൻ വയ്യാത്ത മൂല്യങ്ങളെ തിരയും. ഒരു വാക്യം വായിക്കാം, സങ്കീർത്തനം 19 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. യഹോവയുടെ കൽപ്പന നിർമ്മലമായത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്ക് നിലനിൽക്കുന്നു. യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ, തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ. ഇവിടെ വാക്യത്തിൽ പറയുന്നു അവ. ഈ അവ എന്ന് പറയുന്നത് എന്താണ്? 6 കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതെന്തിനെക്കുറിച്ചാണെന്ന് ഒന്നുകൂടി നോക്കാം. ഒന്നാമതായിട്ട്, യഹോവയുടെ ന്യായപ്രമാണം അത് തികവുള്ളതാണ്, അതുകൊണ്ട് അത് നമ്മുടെ പ്രാണനെ തണുപ്പിക്കുന്നു. രണ്ടാമത്തേത്, യഹോവയുടെ സാക്ഷ്യം അത് വിശ്വാസയോഗ്യമാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. മൂന്നാമത്തേത്, യഹോവയുടെ ആജ്ഞകൾ അവ നേരുള്ളവയാണ്, അത് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയാണ്. നാലാമത്തേത്, യഹോവയുടെ കൽപ്പന അത് നിർമ്മലമായതാണ്, അത് നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അഞ്ചാമത്തേത്, യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്ക് നിലനിൽക്കുന്നവയാണ്. ആറാമത്തേത്, യഹോവയുടെ വിധികൾ അത് സത്യമായവയാണ്, അത് ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. ഈ 6 കാര്യങ്ങൾ പൊന്നിലും തങ്കത്തിലും മേന്മയുള്ളതും വിലയേറിയതുമാണ്. നാം വിശ്വാസത്തിൽ വളർന്നു വരുമ്പോൾ ഇവയാണ് അന്വേഷിക്കേണ്ടത്. ഒരു വാക്യം വായിക്കാം, എബ്രായർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്തിൽ വളരുമ്പോൾ മനസ്സിൻ്റെ ദിശയും പ്രാധാന്യങ്ങളും മാറും. ഇനി ഈ ഭൂമിയിലെ സാധാരണ കാര്യങ്ങൾ തന്നെ പോരാ, നമുക്ക് സ്വർഗീയമായ രാജ്യത്തെക്കുറിച്ചുള്ള ആഗ്രഹം ഉണ്ടാകണം. നമ്മുടെ ലക്ഷ്യം ആ ഭാഗ്യനഗരമാണ്. വിശ്വാസത്തിൽ വളരുമ്പോൾ അല്ലെങ്കിൽ ആത്മീയത്തിൽ വളരുമ്പോൾ തിരച്ചിലിൻ്റെ രൂപം മാറുന്നു. ആദ്യം നമ്മൾ പണമോ ജോലിയോ മറ്റുള്ളവരുടെ അംഗീകാരമോ ആകാം നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തിൽ വളരുമ്പോൾ ഇത് എല്ലാം താൽക്കാലികമാണെന്ന് നമുക്ക് മനസ്സിലാകും. നമ്മൾ തിരയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴവും ആത്മീയതയുടെ ആശ്വാസ്യവും അവൻ്റെ സാന്നിധ്യത്തിൻ്റെ സമാധാനവുമാണ്. അതായിരിക്കണം നിങ്ങളുടെയും എൻ്റെയും ആഗ്രഹം. ദൈവത്തോടു കൂടെയുള്ള സ്വർഗീയവാസം. ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് നിങ്ങൾ വിളിക്കപ്പെട്ടത്. ഒരു വാക്യം വായിക്കാം, 2 തെസ്സലോനിക്കർ 2:14. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. വിശ്വാസത്തിൻ്റെ ഉദ്ദേശം മഹത്വം തന്നെയാണ്. ഈ ലോകത്തിൻ്റെ മഹത്വം അല്ല, ദൈവത്തിൻ്റെ മഹത്വം.
അതാണ് ഏറ്റവും വിലപ്പെട്ടത്. സ്വർഗരാജ്യത്തിൽ അവകാശം. ഹല്ലേലൂയ. നിങ്ങൾ ഇന്നും താൽക്കാലികമായതിനെ തിരയുന്നുണ്ടോ? ഒന്ന് നിൽക്കുക. നിങ്ങളുടെ തിരച്ചിലിൻ്റെ ദിശ ഒന്ന് പരിശോധിക്കുക. സങ്കീർത്തനം 119:72 പറയുന്നു, അങ്ങനെ തന്നെ നമുക്കും പറയാൻ സാധിക്കണം, 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമം. ദൈവവചനത്തിൽ ആഴം തേടുക, അവനിൽ നിങ്ങളുടെ മനസ്സിടുക. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കും. ദൈവം നിങ്ങൾക്കായി തയ്യാറാക്കിയ വലിയതിനെ തേടാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ തിരയുന്നത് എന്താണ്? ഒരു തൊഴിൽ, ഒരു ഭാവി, ഒരു പങ്കാളി, എല്ലാം ദൈവം നൽകും. പക്ഷേ നിങ്ങൾ ആദ്യം അവനെ തേടുക. ഒരു വാക്യം വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-33 വാക്യം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. വിശ്വാസത്തിൽ വളരാൻ ശ്രമിക്കുക. ഒരിക്കൽ നിങ്ങൾ അതിൽ വളർന്നാൽ നിങ്ങൾക്ക് അവൻ ഒരുക്കിയ നിത്യ വിലപ്പെട്ടതിൻ്റെ ഭംഗിയും ആനന്ദവും അനുഭവിക്കാം. ഈ സന്ദേശം ഒരാൾക്കെങ്കിലും അനുഗ്രഹമായി തോന്നുന്നുവെങ്കിൽ ദയവായി ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.